അയാൾ ഇത്ര കഷ്ടപ്പെട്ട് പാടിയത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വക്കീലങ്ങൾ എന്തിനാ അയാളെ പാടാൻ നിർബന്ധിച്ചത്? രണ്ടും വട്ട് കേസ് തന്നെ. ഡാഡി അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കോ? എന്തു വാക്ക്? ആ മനുഷ്യനെ കൊണ്ട് ചേച്ചിയെ കെട്ടിക്കാവുന്ന. എനിക്ക് വിശ്വാസേ ഇല്ല. എന്താ ഇത്? കപ്പലണ്ടി ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. വാങ്ങിച്ചോ. അവര് കാശ് തന്നിട്ടുണ്ട്. അവർക്കെന്നെ കൊണ്ടേ കൊടുത്തോ? വാങ്ങിച്ചോ കൂട്ടാ. ഞങ്ങൾക്ക് വേണമെങ്കിലേ ഞങ്ങൾക്കറിയാം വാങ്ങിക്കാൻ. ചെറുക്കറ്റ് മൂപ്പാണെന്ന്. മനു, നമുക്ക് പോവാം. പേടിച്ചിട്ടോ? ഈ ബീച്ച് ആരുടെ സ്വന്തമൊന്നുമല്ലല്ലോ. ഇതുപോലെ രസംപല്ലി പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരാൻ പാടുണ്ടോ മോളെ? ആരാ എന്നെ എറിഞ്ഞത്? എറിഞ്ഞോ? ആര്? നിങ്ങൾ എന്താ ചെയ്തേ? ചേടാ, ഈ പൊടിക്കുപ്പി പോലത്തെ ചെറുക്കന്റെ ഭാവം കണ്ടില്ലേ? നീ ഒന്ന് പോടാ. നീ പോടാ അവിടുന്ന്. മോശമല്ലേ? ആ കളയുന്നു പോട്ടെ. അവിടെ താങ്ക് യു അങ്കിൾ. വണ്ടർഫുൾ അങ്കിൾ. ഇതാ അങ്കിളുടെ ബാഗ്. ദൈവമാണ് അങ്കിളിനെ ഇപ്പൊ ഇവിടെ വരുത്തിയത്. ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് നിൽക്കരുത്. പട്ടാ പകലല്ലേ അങ്കിൾ? നീചന്മാർക്ക് രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല. പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അങ്കിൾ എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു? അങ്കിളുടെ വീട് എവിടെയാ? എന്തൊരു കലക്കൻ ഇടിയാ ഇടിച്ചത്. അങ്കിള് ബ്ലാക്ക് ബെൽറ്റ് ആണോ? അല്ല, ഹ്യൂമൻ ബെൽറ്റാ. ഞാൻ ഇപ്പൊ ഇടിച്ച ഇടി കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. മനസ്സോടെ ഇടിക്കാനോ? ആ, അതിന് മനസ്സിടി എന്ന് പറയും. ഒരു അവശനെ ഒരു ബലവാൻ കീഴ്പ്പെടുത്തുന്ന കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും സ്ഥിരാപടലങ്ങളും സടകുടഞ്ഞെഴുന്നേക്കും. നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത് അതാ.